നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണം കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കണമെന്ന UDF. അപാകതകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ വികസന വിരോധികളായി മുദ്രകുത്തിയിട്ട് കാര്യമില്ലെന്നും നേതാക്കളായ KR നാരായണസ്വാമി, MK മുഷ്താഖ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രവൃത്തികൾ വിലയിരുത്തി. ആ സ്ഥലത്തിന് ഇവിടുന്ന് ഇതുവരെയുള്ള വീതി കൂട്ടാതെ ഇവിടുന്ന് അങ്ങോട്ട് വീതി കുറച്ച് പോണതിന് അതിന്റെ കള്ളത്തരം, അപ്പുറത്തെ ഡ്രൈനേജ് എടുക്കാതെ ആ ഡ്രൈനേജ് നിലനിർത്തിയിട്ട് ആ എസ്റ്റിമേറ്റിന് പകരത്തിലുള്ള ഡ്രൈനേജ് പുതിയത് പണിയാതെ പണിയെടുത്തപ്പോഴാണ് ഞങ്ങൾ അതിനെ ശക്തമായിട്ട് എതിർത്തത്. അത് ശക്തമായിട്ട് UDF ഇത് നിരീക്ഷിക്കും. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തും. അതിന് വികസന വിരോധികളായിട്ട് ഞങ്ങൾ ചാപ്പ് കുത്തിയിട്ട് കാര്യമില്ല. ഇത് ജനങ്ങളും ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരും വ്യാപാരികളും കാണുന്ന സംഭവമാണ്. ഇപ്പൊ നേരത്തെ തന്നെ MLA മുൻ വൈറ്റ് നിങ്ങൾ പത്രക്കാർ കണ്ടതാണ്. ഇവിടെ MLA തന്നെ പറഞ്ഞ എന്താ, നെസ്റ്റോ മോളിന്റെ അവിടെ ഇടപെടലുണ്ടായി, കൊപ്പം മാളിന്റെ അവിടെ ഇടപെടലുണ്ടായി. അതെനിക്കറിയാം, നിങ്ങൾ ആരാ പറഞ്ഞതെന്നറിയാം. അതിന്റെ പിറ്റേ ദിവസം നഗരസഭയുടെ ഭരണാധികാരിയായിട്ടുള്ള വൈസ് ചെയർമാൻ പറഞ്ഞു, അത് ഞാൻ എന്നെപ്പറ്റി അവഹേളിക്കുകയാണ്, എന്നെപ്പറ്റി പഴി പറയുകയാണെന്ന് പറഞ്ഞു. ഇതിൽ രണ്ടിലും ഞങ്ങൾ കക്ഷിയല്ല. നഗരസഭാ ഭരണവും MLAയും കുൽസിത താല്പര്യക്കാരും കാരണം നമ്മുടെ റോഡിന്റെ വികസനം തടസ്സപ്പെടുകയാണ്. ആ തടസ്സപ്പെടുത്തുന്ന അത്തരത്തിലുള്ള ആ സ്വജനപക്ഷപാതം, അത്തരത്തിലുള്ള ധിക്കാരത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. പട്ടാമ്പി നീള മുതൽ കൊളപ്പള്ളി IPT വരെയുള്ള ഈ റോഡ് പദ്ധതി ഈ പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പട്ടാമ്പിയുടെ MLA കഴിഞ്ഞ കാലങ്ങളിൽ പട്ടാമ്പിയിലെ ജനങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് റവന്യൂ ഭൂമി കണ്ടെത്തിയിട്ടുള്ള ആ സ്ഥലം മുഴുവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റോഡ് എത്രമാത്രം വീതി കൂട്ടാൻ പറ്റുമോ അത്രയും വീതി കൂട്ടുമെന്നാണ് ഇന്നലകളിൽ MLAയും അതുമായി ബന്ധപ്പെട്ട ആളുകളുമൊക്കെ പട്ടാമ്പിയിലെ ജനങ്ങളോട് പറഞ്ഞു. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ ദിവസം പട്ടാമ്പി SBIയുടെ ബാങ്കിന്റെ അടുത്തേക്ക് റോഡ് പണി വന്നതോടുകൂടി കുപ്പിക്കഴുത്താക്കുന്നത് പോലെ റോഡിന്റെ വീതി കുറയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇതിന് കാരണമായിട്ട് പറയുന്നത് MLAയും അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പറയുന്നത് എസ്റ്റിമേറ്റിൽ 14 അല്ലെങ്കിൽ 15 മീറ്റർ മാത്രമാണ് വീതി കാണിച്ചിട്ടുള്ളത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന ചില ഭാഗങ്ങളിൽ 12.5 അല്ലെങ്കിൽ 12.7 ഒക്കെയാണ് വീതി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെ തന്നെ MLAയും മറ്റുള്ള ആളുകളും പറയുന്ന വാദം പൊളിയുകയാണ്. ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ചില ഭാഗങ്ങളിൽ വീതി കുറയ്ക്കുകയും ചില ഭാഗങ്ങളിൽ വീതി കൂട്ടുകയും ഒക്കെ ചെയ്യുന്നത് അത് ഈ പ്രദേശത്തെ ഈ ആളുകളോട് MLA പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഈ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണ പ്രവൃത്തികൾ അശാസ്ത്രീയമാണെന്ന ആക്ഷേപവുമായി BJP രംഗത്ത്. ചില ഭാഗങ്ങളിലെ വീതി കുറച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും ഇതിൽ ജനം ആശങ്കയിലാണെന്നും പരിഹാരം കാണണമെന്നും നേതാക്കളായ അഡ്വക്കേറ്റ് മനോജ്, MP മുരളീധരൻ തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. റോഡിന്റെ മേലെപ്പട്ടാമ്പി ഭാഗത്ത് റോഡിന് ധാരാളം വീതിയുള്ള സ്ഥലമാണ് ഇരുഭാഗത്തും. ഒരു ശാശ്വതമായ പരിഹാരമാണ് ഇതിന് വേണ്ടത്. റോഡിന്റെ ഡ്രെയിനേജ് പുറംപോക്കിന്റെ ഏറ്റവും അറ്റത്ത് നിർമ്മിക്കേണ്ടതാണ്. എന്നാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. പട്ടാമ്പിയിൽ വന്ന് നോക്കിയാൽ ഡ്രെയിനേജുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് പുറംപോക്കിൽ നിന്നും ഇറക്കിയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. വീണ്ടും ഇനിയൊരു വികസനം വരുന്ന സമയത്ത് കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഈ സംഗതികൾ വീണ്ടും പൊളിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഈ രീതിയിലാണ് പട്ടാമ്പിയിൽ വികസനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അശാസ്ത്രീയമായിട്ടുള്ള വികസനമാണ്. ഇതുകൊണ്ട് ഇത് പലരെയും രക്ഷിക്കാനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല ഭാഗത്തും ഈ റോഡ് വീതി കൂട്ടുന്ന സമയത്ത് ഇതിന്റെ നടുഭാഗത്ത് മധ്യഭാഗത്ത് ഡിവൈഡർ വെച്ചുകൊണ്ട് ഉള്ള രീതിയിൽ വെച്ചാൽ മാത്രമാണ് അത് ശരിയായ രീതിയിലായി തീരുകയുള്ളൂ. അല്ലാത്ത സമയം ഇത്തരത്തിലൊരു റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് വലിയ അപകടങ്ങൾക്ക് നാളെ കാരണമാകുന്നതാണ്. പട്ടാമ്പിയിലെ ജനങ്ങൾ വളരെയേറെ ആകാംക്ഷയോടെ കാത്തിരുന്ന റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ വലിയൊരു ആഹ്ലാദത്തിലാണ്. കാരണം കഴിഞ്ഞ 1-2 വർഷക്കാലമായി അനുഭവിക്കുന്ന ദുരിതം, ആ ദുരിതത്തിൽ നിന്നൊരു മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ ആഹ്ലാദിച്ചത്. പക്ഷേ ഇത് ചില ബിൽഡിങ്ങുകളുടെയും ചില പ്രദേശങ്ങളിൽ എത്തിയപ്പോൾ ജനങ്ങൾ മുഴുവൻ അങ്കലാപ്പിലാണ്. കാരണം നമ്മുടെ നാട്ടില് ലോകത്ത് ആദ്യമായി ഒരു റോഡ് പണി നടക്കുന്നത് പോലെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ ചില രാഷ്ട്രീയക്കാരും പ്രചരിപ്പിക്കുന്നത്. ഈ രാജ്യത്ത് റോഡ് പണി പല ഭാഗത്തും നടക്കുന്നുണ്ട്. ആ പ്രദേശത്തെ ജനങ്ങൾ അതിനുവേണ്ടി തയ്യാറായി വരുമ്പോൾ ജനങ്ങൾക്ക് ചില ആശങ്കകളുണ്ട്. ആ ആശങ്കകൾ പരിഹരിക്കേണ്ടത് തീർച്ചയായും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളുമാണ്.
ഈ റോഡിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള എസ്റ്റിമേറ്റ് പൊതുജനം കാണട്ടെ. പൊതുജനത്തിന് കാണാവുന്ന തരത്തിൽ അത് പബ്ലിഷ് ചെയ്യാൻ ഇതിന്റെ ഭരണാധികാരികളും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും തയ്യാറാവണം. ഇത് മാത്രമല്ല, ഇതിനേക്കാൾ വലിയ വികസന നായകനായിരുന്നു CP മുഹമ്മദ്. ആ CP മുഹമ്മദ് കൊണ്ടുവന്ന വികസനത്തിന്റെ പോരായ്മകളും അതുപോലെ തന്നെ ദീർഘവീക്ഷണമില്ലായ്മയാണ് ഇപ്പോൾ ഇതൊക്കെ പൊളിച്ചു മാറ്റേണ്ടി വരുന്നത്. ഇതേപോലെ തന്നെയാണ് ഇപ്പോഴത്തെ വികസന നായകൻ. ഇത് ലോകാവസാനം വരെയുള്ള വികസന നായകനല്ല. നാളെ ഇതിനേക്കാൾ വലിയ വികസന നായകൻ ഇവിടെ വരും. അപ്പോൾ വീണ്ടും ഈ വികസന നായകൻ ഉണ്ടാക്കിയത് പൊളിച്ചു മാറ്റേണ്ട അവസ്ഥ വരും. പോലീസിനെ വെട്ടിച്ച് ഒളിവിൽ കഴിയുകയായിരുന്ന കുപ്രസിദ്ധ ഗുണ്ട ജുബൈർ ഉൾപ്പെടെ 2 പേർ ചാലിശ്ശേരി പോലീസിന്റെ പിടിയിൽ. ജുബൈറിന് പുറമെ ആറങ്ങോട്ടുകര സ്വദേശി രാജേഷിനെയുമാണ് പോലീസ് അതിസാഹസികമായി അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 3 മാസത്തിലേറെയായി പോലീസിന്റെ കണ്ണുവെട്ടിച്ച സംസ്ഥാനത്തിനകത്തും പുറത്തുമായി കൂട്ടുപ്രതിയായ ആറങ്ങോട്ടുകര സ്വദേശി രാജേഷിനൊപ്പം ഒളിവിൽ കഴിഞ്ഞുവരികയായിരുന്നു ജുബൈർ. 1 മാസം മുൻപ് തമിഴ്നാട്ടിലെ ഗുണ്ടൽപേട്ടിൽ വെച്ച പോലീസ് വിരിച്ച വലയിൽ വീണ ജുബൈർ സ്ഥലത്തുനിന്ന് പോലീസിനെ കബളിപ്പിച്ച് വാഹനം ഉപേക്ഷിച്ച ശേഷം ബാംഗ്ലൂരിലേക്ക് കടന്നു. ഇതിനിടെ ചൊവ്വാഴ്ച ജുബൈറും രാജേഷും തിരികെ നാട്ടിലെത്തുന്ന രഹസ്യവിവരം പോലീസിന് ലഭിച്ചിരുന്നു. ചെർപ്പുളശ്ശേരിയിലെ പേങ്ങാട്രി എന്ന സ്ഥലത്ത് വെച്ച് പോലീസ് ഇവരെ പിടികൂടുകയായിരുന്നു. പോലീസ് പിടിയിൽ നിന്ന് മതിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണ് ജുബൈറിന്റെ കാലിന് പരിക്കേറ്റു. ആ താഴത്തുള്ള അവർ വരും. ആ താഴത്തുള്ള കല്ലേ ആ പുല്ലിന്റെ കാര്യത്തിൽ കണ്ടില്ല. ചാടുമ്പോഴേ എടുത്ത് ചാടുമ്പോ കണ്ടില്ല. വിവിധ കേസുകളിലെ പ്രതിയായ ജുബൈറിനെതിരെ കാപ്പ വകുപ്പ് നിലവിലുള്ളപ്പോൾ തന്നെ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന വധശ്രമ കേസിലും പ്രതിയാണ്. സഹോദരൻ ജുനൈദും വിവിധ കേസുകളിൽ ഉൾപ്പെട്ടതിനാൽ ചാലിശ്ശേരി പോലീസ് കാപ്പയിൽ ഉൾപ്പെടുത്തിയിരുന്നു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം ഷൊർണൂർ ഡിവൈഎസ്പി മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ ചാലിശ്ശേരി ഇൻസ്പെക്ടർ മഹേന്ദ്ര സിംഹൻ, SI ശ്രീലാൽ, ഡിവൈഎസ്പി സ്ക്വാഡ് അംഗങ്ങളായ ASI അബ്ദുൾ റഷീദ്, SCPO സജിത്, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരായ റിയാസ്, നൌഷാദ് ഖാൻ, ഷൻഫീർ, രാജേഷ്, മിജേഷ്, രഞ്ജിത്ത് എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതികളെ സാഹസികമായി പിടികൂടിയത്. ചാലിശ്ശേരി പട്ടാമ്പി റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള സർവേ നടപടികൾ ആരംഭിച്ചു. 63.79 കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് ആധുനിക രീതിയിൽ പുതുക്കി നിർമ്മിക്കുന്നത്. റോഡ് നിർമ്മാണത്തിനായുള്ള സ്ഥലം അളന്നു തിട്ടപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള പ്രവൃത്തികളാണ് ബുധനാഴ്ചയോടെ ആരംഭിച്ചത്. ഈ മാസം 2-ന് മന്ത്രി മുഹമ്മദ് റിയാസ് റോഡ് നവീകരണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചിരുന്നു. ചാലിശ്ശേരി തണത്തറ പാലം മുതൽ പട്ടാമ്പി തൃത്താല റോഡ് ജംഗ്ഷൻ വരെയുള്ള 14 കിലോമീറ്റർ റോഡാണ് BM&BC നിലവാരത്തിൽ ആധുനിക രീതിയിൽ നവീകരിക്കുന്നത്. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ്സിൽ നിന്ന് 63.79 കോടി ചെലവഴിച്ചാണ് നവീകരണം. റോഡിന്റെ ഇരുവശങ്ങളിലും നവീകരണത്തിന്റെ ഭാഗമായി വീതി കൂട്ടും. 28 കൾവർട്ടുകൾ പുതുക്കിപ്പണിയും. ആവശ്യമായ സ്ഥലങ്ങളിലെല്ലാം അഴുക്കുചാലുകളും സ്ഥാപിക്കും. ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ബസ് ബേകളും ഒരുക്കും. 2026 ഫെബ്രുവരിയിൽ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. നിലവിൽ റോഡിന്റെ വീതി കുറവും തകർച്ചയും നിരപ്പ് വ്യത്യാസങ്ങളും മൂലം ചാലിശ്ശേരി മുതൽ പട്ടാമ്പി വരെയുള്ള ദൂരത്തിൽ വാഹനാപകടങ്ങൾ ഗണ്യമായി വർദ്ധിച്ചിരുന്നു. അധികാരികളുടെ അവഗണനയിൽ മനം മടുത്തു. ഒടുവിൽ സ്വന്തം പോക്കറ്റിൽ നിന്നും പണം ചിലവഴിച്ച് നാട്ടുകാർക്ക് റോഡ് നിർമ്മിച്ചു നൽകി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാളിയേക്കൽ ബാവ. 15-ാം വാർഡിൽ അവർ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ റോഡ് പണി തീർത്തു. അപ്പോൾ എന്താണ് 14-ാം വാർഡിൽ ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ അത് സമയം കഴിഞ്ഞു പോയി, ഇനി ചെയ്യാൻ പറ്റില്ല എന്നാണ് അവരിൽ നിന്നും ഉണ്ടായ മറുപടി. നമ്മൾ പഞ്ചായത്തിൽ പോയിട്ടും അവിടെ പോയി ഉദ്യോഗസ്ഥന്മാരെ സംസാരിച്ചു. പക്ഷേ ഒരു കാരണവശാലും ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നേ ഈ പണി പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കൊടുത്ത വാക്കായിരുന്നു ആ ഭാഗത്തുള്ള 10ഓളം വീടുകൾ ഉൾക്കൊള്ളുന്ന പ്രദേശത്തേക്കുള്ള റോഡ്. തൃത്താല മണ്ഡലത്തിലെ പട്ടിത്തറ പഞ്ചായത്തിലെ 14-ാം വാർഡായ കോട്ടപ്പാടത്താണ് സ്വന്തം ചെലവിൽ നാട്ടുകാർക്ക് റോഡ് നിർമ്മിച്ചു നൽകി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാളിയേക്കൽ ബാവ മാതൃകയായത്. സഞ്ചാരയോഗ്യമായ റോഡില്ലാതെ ഏറെക്കാലമായി യാത്രാ ദുരിതത്തിലായിരുന്നു ഇവിടുത്തെ 10-ലേറെ കുടുംബങ്ങൾ. നിരവധി തവണ റോഡിനായി വീട്ടുകാർ അധികൃതരെ സമീപിച്ചുവെങ്കിലും അവഗണന മാത്രമായിരുന്നു തിരികെ ലഭിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ നവകേരള യാത്രയോടനുബന്ധിച്ചുള്ള ജനസമ്പർക്ക പരിപാടിയിലൂടെ പ്രദേശവാസികൾ തങ്ങളുടെ യാത്രാ ദുരിതവും റോഡിന്റെ ആവശ്യകതയും മുഖ്യമന്ത്രിയെയും സ്ഥലം MLAയെ അറിയിച്ചുവെങ്കിലും പരിഹാരമോ പരിഗണനയോ നൽകിയില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഒടുവിൽ
അധികൃതരുടെ അവഗണനയിൽ മനം മടുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാളിയേക്കൽ ഭാവ റോഡ് നിർമ്മാണം സ്വയം ഏറ്റെടുത്ത് മുന്നോട്ട് വരികയായിരുന്നു. സ്വന്തം കയ്യിൽ നിന്നും 1 ലക്ഷം രൂപ ചെലവഴിച്ച് 35 മീറ്റർ ദൂരത്തിൽ നൌഷാദ് പടി റോഡിന്റെ നിർമ്മാണം അദ്ദേഹം പൂർത്തീകരിച്ചു. കോട്ടപ്പാട് നടന്ന മറ്റൊരു വാർഡിൽ പണി നടക്കുകയും ഇന്ന് അത് എൻ്റെ വാർഡിൽ ഉൾക്കൊള്ളുന്ന എൻ്റെ വാർഡിൽ ആ പണി എൻ്റെ സ്വന്തം കയ്യിൽ നിന്നും കാശെടുത്തുകൊണ്ട് ഞാനത് പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. 33 മീറ്ററോളം 3 മീറ്റർ വീതിയിൽ കൂടുതലുള്ള റോഡാണ് പണി പൂർത്തീകരിച്ച് ആ വീട്ടുകാർക്ക് തുറന്നു കൊടുത്തത്. അതിലതിയായ സന്തോഷമുണ്ട് എനിക്ക്. ഞാൻ പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ മറ്റാരെയും ഇതിനെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. വഴിയാത്രക്കാരുടെയും പ്രദേശത്തെ വീട്ടുകാരുടെയും ഏറെക്കാലത്തെ ആവശ്യമായ നൌഷാദ് പടി റോഡ് കഴിഞ്ഞ ദിവസം നാടിന് സമർപ്പിച്ചു. പ്രദേശത്തെ അംഗനവാടിക്ക് ചുറ്റുമതിൽ നിർമ്മിച്ചും കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയും റോഡുകൾ നിർമ്മിച്ചു നൽകിയും ഉൾപ്പെടെ നിരവധി ജനസേവന പ്രവർത്തനങ്ങളും മാളിയേക്കൽ ഭാവയുടെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ബ്ലോക്ക് മെമ്പർ എന്ന നിലയിൽ എനിക്ക് ലഭിക്കുന്ന ഓണറ്റേറിയം തുക ഇതുവരെ കൈപ്പറ്റാതെ മുഴുവൻ പണവും അർഹതപ്പെട്ടവർക്ക് ആടായും തയ്യൽ മെഷീനായും കിടപ്പ് രോഗികൾക്ക് ധനസഹായമായും ഇദ്ദേഹം നൽകി വരികയാണ്. കവിയും ഗാനരചയിതാവുമായ BK ഹരിനാരായണന്റെ 4ാമത്തെ പുസ്തകം പ്രകാശനം ചെയ്തു. ഭാരതരത്നം MS സുബ്ബുലക്ഷ്മിയുടെയും ഭർത്താവ് ത്യാഗരാജൻ സദാശിവത്തിന്റെയും 57 വർഷത്തെ സംഗീത ജീവിതയാത്രയെ ആസ്പദമാക്കി BK ഹരിനാരായണൻ രചിച്ച ശിവം ശുഭം എ ബയോഗ്രാഫി ഓഫ് എ കപ്പിൾ എന്ന ഇംഗ്ലീഷ് പതിപ്പാണ് പ്രകാശനം ചെയ്തത്. MS സുബ്ബലക്ഷ്മിയുടെ 109ാം ജന്മദിനത്തിൽ ഗുരുവായൂർ മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ VK വിജയൻ, MS സുബ്ബലക്ഷ്മിയുടെ കൊച്ചുമകൻ V ശ്രീനിവാസൻ, മലയാളത്തിലെ മുൻനിര പാട്ടെഴുത്തുകാരും സംവിധായകരും ഗായകരും നിരൂപകരുമായ ഡോക്ടർ ശ്രീവത്സൻ ജെ മേനോൻ, ബിജി ബാൽ, രാജശ്രീ വാര്യർ, ഷിബു ചക്രവർത്തി, സിത്താര കൃഷ്ണകുമാർ, സന്നിധാനന്ദൻ, അഡ്വക്കേറ്റ് വിജയരാഘവൻ, ശ്രീനിവാസൻ, പൈപ്പിൻ തോമസ് തുടങ്ങിയവർ ചേർന്ന് പ്രകാശനം നിർവഹിച്ചു. തുടർന്ന് വിശിഷ്ട വ്യക്തികൾ ആശംസകൾ അർപ്പിച്ചു. വെള്ളാറ്റഞ്ഞൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് TM വേണു സ്വാഗതവും ഗ്രന്ഥകർത്താവ് BK ഹരിനാരായണൻ നന്ദിയും പറഞ്ഞു. സഹോദരൻ BK പരമേശ്വരനും പുസ്തകരചനയിൽ സഹായിച്ചതായി ഹരിനാരായണൻ പറഞ്ഞു. MS സുബ്ബലക്ഷ്മിയെക്കുറിച്ചുള്ള പുസ്തകമാണ്. MS സുബ്ബലക്ഷ്മിയെക്കുറിച്ച് മാത്രമുള്ള പുസ്തകമല്ല, MS സുബ്ബലക്ഷ്മിയും ഭർത്താവ് സദാശിവത്തെയും T സദാശിവത്തെയും കുറിച്ചുള്ള പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ ഇത് സംഗീതം മാത്രമല്ല, അവർക്കിടയിലുള്ള പ്രണയവും സ്നേഹവും ഒക്കെയുണ്ട്. ശിവം ശുഭം എന്ന് പേരിടാൻ കാരണം അവർ അവസാനം ജീവിച്ച വീടിൻ്റെ പേരാണിത്, ശിവം ശുഭം എന്നുള്ളത്. ശിവം സദാശിവത്തിലെ ശിവവും ശുഭം സുബ്ബലക്ഷ്മിയിലെ ശുഭവുമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ അർത്ഥം സെയിം മീനിങ് ആണെന്നാണ് പറയുന്നത് ഈ വേർഡിന്. അതുകൊണ്ടാണ് അവരിട്ടത്. അപ്പോൾ സെയിം മീനിങ് ഉള്ള 2 വാക്കുകൾ അതുപോലെയായിരുന്നു അവർ. അപ്പോൾ അവരുടെ ഒരു പാരസ്പര്യം, പ്രണയം, സംഗീതം ഒക്കെയാണ് ഈ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം. ശിവം ശുഭം ഇംഗ്ലീഷിലാണ്. എൻ്റെ കൂടെ കോറൈറ്ററായിട്ട് BK പരമേശ്വരനുണ്ട്. തൃശൂർ കറൻ ബുക്സ് പുറത്തിറക്കുന്ന പുസ്തകത്തിന്റെ കവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ജയറാം രാമചന്ദ്രനാണ്. സുബ്ബലക്ഷ്മിയെയും സദാശിവത്തെയും കുറിച്ചുള്ള ആധികാരിക ജീവചരിത്രമാണ് പുസ്തകമെന്ന് പേരക്കുട്ടി ശ്രീനിവാസൻ സാക്ഷ്യപ്പെടുത്തി. After today's program, my daughters would be singing, and my mother, Radha Vishwanathan, who painstakingly passed the divine legacy of MS Amma to my daughters, she will be smiling from the heavens. Today is a very auspicious day, and I thank Hari Narayanan for making this tremendous effort to bring this book to not only to the people of Kerala, but since it is in English, it is also for the people of our country and indeed an international audience. പരിദൂർ ലൈബ്രറി ആൻഡ് റിക്രിയേഷന്റെ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക പ്രഭാഷണവും പുസ്തക പ്രകാശനവും സംഘടിപ്പിച്ചു. സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പരുത്തൂർ ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്ററിന്റെ നേതൃത്വത്തിലാണ് പുസ്തക പ്രകാശനവും സാംസ്കാരിക പ്രഭാഷണവും സംഘടിപ്പിച്ചത്. പരുത്തൂർ ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്ററിന്റെ പ്രസിഡന്റായ AP ശശിയുടെ ഹൃദയത്തിലെഴുത്ത് എന്ന കവിതാ സമാഹാരമാണ് പ്രകാശനം ചെയ്തത്. പള്ളിപ്പുറം ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി T സത്യനാഥൻ പുസ്തകം ഏറ്റുവാങ്ങി. പണ്ടൊക്കെ ഒരു 10-500 തരം നയങ്ങളുണ്ട്. കാലപ്രവാഹത്തിൽ അതൊക്കെ മാറി നായകരുടെ വായ പോലും അനുഭവത്താണ് ഉപേക്ഷിച്ചു. വായനോട് തിരിച്ചു 500-600 ഉപജാതികൾ അവരുടെ ഗ്രൂപ്പുകളിൽ നിന്ന് സോഷ്യൽ മീഡിയ ഓരോ പേരിനെ പറഞ്ഞില്ല. നഷ്ടപ്പെട്ട 500
എല്ലാ മതവിഭാഗങ്ങളെയും ഉൾപ്പെടുന്ന ജാതി വിഭാഗങ്ങളെയും ഉൾപ്പെടും. ഈ 2025 100 വർഷം മുമ്പ് ജാതി വ്യവസ്ഥ കൊടികുത്തിപ്പാട് കാലത്ത് സാവിത്രി അന്തർജനകൊണ്ട് ചാത്തപ്പുലയുടെ കൈ പിടിപ്പിക്കുകയാണ് ഭാരതനാശം ചെയ്യുന്നത്. അന്ന് ചാത്തപ്പുലയുടെ നിലനിൽക്കാൻ പോലും ഭ്രഷ്ടുണ്ടായിരുന്ന കാലത്ത് ജീവിതത്തിൽ നടക്കാത്ത ഒന്ന് കവിതയിൽ സാധിക്കും. പ്രതിനിധി നൽകുക, ജീവിതത്തിൽ ഇല്ലാത്ത ഒന്ന് ഉണ്ടാവേണ്ട ഒന്ന് കവിതയിൽ സൃഷ്ടിക്കുകയാണ് നല്ല കവികൾ ചെയ്യുന്നത്. ആശാനെയാണ് ചെയ്യുന്നത്. എം മോഹൻദാസ് അധ്യക്ഷനായിരുന്നു. കവി പി രാമൻ പുസ്തകം പരിചയപ്പെടുത്തി. കെ.സി. അലി ഇക്ബാൽ, പി സുധീർ, ഡോക്ടർ പി വി രാമൻകുട്ടി, വാസുണ്ണി, പി വി ബിന്ദു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പുസ്തകത്തിന്റെ കവർ ചിത്രം തയ്യാറാക്കിയ പ്രജ്വലിനെ ചടങ്ങിൽ അനുമോദിക്കുകയും ചെയ്തു. സാംസ്കാരിക പ്രഭാഷണവും ഉണ്ടായിരുന്നു. എ പി ശശി മറുപടി പ്രസംഗവും നടത്തി. വല്ലപ്പുഴ പഞ്ചായത്തിൽ അംഗൻവാടികൾക്കുള്ള അടുക്കള സാമഗ്രികളുടെ വിതരണം സംഘടിപ്പിച്ചു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 27 അംഗൻവാടികൾക്കാണ് അടുക്കളയ്ക്കുള്ള സാമഗ്രികൾ വിതരണം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് ഇതിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം റഷീദ് പാലാക്കുറിശി അധ്യക്ഷനായിരുന്നു. ICDS സൂപ്പർവൈസർ ഷമിത, അംഗൻവാടി ടീച്ചർ ശാന്ത, ഗ്രാമപഞ്ചായത്ത് അംഗം നുസൈബ മുത്തുക്കാസ്, സാലിമ സിദ്ദിഖ്, പഞ്ചായത്ത് സെക്രട്ടറി എ നൌഫൽ, യമുന ദേവി, സിദ്ദിഖ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളിലും, ആ അമ്മയുടെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായ നിർദ്ദേശങ്ങളും ആരോഗ്യ കാര്യങ്ങളിലെ ശുശ്രൂഷയും അതുപോലെ തന്നെ ജാഗ്രതയും ഒക്കെ ഏറ്റവും അധികം വീടുകളിലെ പോലെ തന്നെ പ്രത്യേകിച്ച് ഒരു ലാഭേച്ഛയും ഇല്ലാതെ കൈകാര്യം ചെയ്തു പോകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ അംഗൻവാടികൾ, അല്ലേ? നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ ഓരോ കുട്ടികൾ ജനിച്ചു വീഴുമ്പോഴും അതുപോലെ തന്നെ ഓരോ ആളുകൾ അമ്മമാരായി മാറുമ്പോഴും അവരെയൊക്കെ ശുശ്രൂഷിക്കാനും അതുപോലെ തന്നെ ഓരോ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകാനും നല്ലോണം പൈസ കൊടുത്തിട്ട് ആളുകളെ പുറത്തുനിന്ന് ഹയർ ചെയ്യേണ്ട അവസ്ഥയുണ്ട്. സാധാരണഗതിയിൽ ആരെങ്കിലുമൊക്കെ നിർത്തുമല്ലേ, ഒരാളെ നിർത്തും. എന്നാൽ നമ്മുടെ അംഗൻവാടികളിൽ വരുമ്പോൾ അതിനുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് സംവിധാനങ്ങളിൽ നിന്നുള്ള കുത്തിവയ്പ്പുകളായിക്കോട്ടെ, അതുപോലെ തന്നെ തൂക്കം നോക്കുന്നതുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, പോഷകാഹാരവുമായി ബന്ധപ്പെട്ട് പോഷകങ്ങൾ കുറഞ്ഞാൽ നമ്മൾ അതിനെ നികത്തി എങ്ങനെ പോഷക ഗുണങ്ങളുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം, അതിന് വേറൊരു തരത്തിലുള്ള എന്തെങ്കിലും ഭക്ഷണ ഉൽപ്പന്നങ്ങൾ, പോഷകാഹാരങ്ങൾ നൽകുന്ന പോലെ തന്നെയുള്ള പല തരത്തിലുള്ള പ്രവർത്തനങ്ങളും, പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പണം ഈടാക്കിയോ മറ്റോ അല്ലാതെ തന്നെ വളരെ കൃത്യമായി നമ്മുടെ നാട്ടിൽ വളരെ റൂട്ട് ലെവലിൽ തന്നെ ഏറ്റവും അടിസ്ഥാനപരമായി സാധാരണക്കാരുടെ ഇടയിൽ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് ചെയ്യുന്ന പ്രവർത്തകരാണ് അംഗൻവാടി പ്രവർത്തകർ ഓരോരുത്തരും. അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളാണ് അംഗൻവാടികൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഈ ബോധ്യത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അംഗൻവാടി വർക്കേഴ്സും ഹെൽപ്പേഴ്സും ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ ഈ ഭരണസമിതി എന്നുള്ള നിലക്ക് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ യോഗങ്ങളിൽ പറയുമ്പോൾ അതിനെ കാണുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞൊരു യോഗത്തിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, ചാലിശ്ശേരിയിൽ ഗൃഹനാഥയെ കിണറിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചാലിശ്ശേരി ചൌച്ചേരി സ്വദേശിനി കോട്ടയിൽ ഫാത്തിമയാണ് മരിച്ചത്. 67 വയസ്സായിരുന്നു. ബുധനാഴ്ച പുലർച്ചെയോടെയാണ് ഫാത്തിമയെ വീട്ടിൽ നിന്ന് കാണാതായത്. തുടർന്ന് 4 മണിയോടെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തി. 1 മണിക്കൂറിലേറെ നീണ്ട തിരച്ചിലിനൊടുവിലാണ് വീടിന് പുറകുവശത്തെ തോട്ടത്തിലെ കിണറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുന്നംകുളത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ പൂർത്തീകരിച്ച ശേഷം മൃതദേഹം പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.